സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സക്കാത്ത് എന്നതിന് അത്തത്ഹീറു വന്നമാ, ശുദ്ധീകരണം, അഭിവൃദ്ധി എന്നൊക്കെയാണ് അർത്ഥമുള്ളത്. അതായത് സമ്പത്തിനോ ശരീരത്തിനോ നിശ്ചിത തോതനുസരിച്ച് സമ്പന്നന്മാർ പാവപ്പെട്ടവർക്ക് നിർബന്ധമായും നൽകേണ്ട ധനത്തിനാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ഈ സക്കാത്ത് കൊടുത്തുവീട്ടലോടുകൂടെ കൊടുത്തു വീട്ടുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ ആത്മീയത കൈവരിക്കുകയും അതുപോലെ തന്നെ അവന്റെ സമ്പത്ത്, ബാക്കിയുള്ള സമ്പത്തിൽ ഒരു ശുദ്ധീകലശം വരുത്തുകയും ചെയ്യുകയാണ്. സക്കാത്ത് കൊടുത്തു വീട്ടുക എന്നത് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ്. ഇത് പണക്കാരന്റെ, സമ്പന്നന്മാരുടെ ഔദാര്യമല്ല, മറിച്ച് പാവപ്പെട്ടവന്റെ അവകാശമാണ്. അതുകൊണ്ട് തന്നെ സമ്പന്നന്മാർ, പണക്കാർ തങ്ങളുടെ ധനത്തിൽ നിന്ന്, സമ്പത്തിൽ നിന്ന് നിശ്ചിത വിഹിതം വർഷാവർഷം പാവപ്പെട്ടവർക്ക് നൽകണമെന്നാണ് വിശുദ്ധ ഇസ്ലാം പറയുന്നത്. എല്ലാ വസ്തുക്കളിലും സക്കാത്ത് കൊടുക്കണമെന്ന് ഇസ്ലാം പറയുന്നില്ല. സ്വർണം, വെള്ളി, ആട്, മാട്, ഒട്ടകം, സാധാരണ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ധാന്യങ്ങള്, അതുപോലെ കാരക്ക, മുന്തിരി, കച്ചവടച്ചരക്ക്, ഖനി, ഈ പറയപ്പെട്ടവകളിലാണ് ഷാഫി മദ്ഹബ് പ്രകാരം സക്കാത്ത് നിർബന്ധമാകുന്നത്. ഈ പറയപ്പെട്ടവയിൽ മാത്രമേ സക്കാത്ത് കൊടുക്കേണ്ടുള്ളൂ. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരുപാട് വസ്തുക്കളുണ്ടെന്ന് വെച്ച് അതിലൊന്നും സക്കാത്ത് കൊടുക്കേണ്ടതില്ല. സ്വർണം, വെള്ളി എന്ന് പറഞ്ഞപ്പോ വജ്രം, മുത്ത് അല്ലെങ്കിൽ രത്നങ്ങള്, ഇതിനേക്കാളും കൂടുതൽ വിലപിടിപ്പുള്ള സാധനങ്ങളിൽ അതിലൊന്നും സക്കാത്തില്ല. ആട്, മാട്, ഒട്ടകം എന്ന് പറഞ്ഞപ്പോ ഇനി കുതിര, അതല്ലെങ്കിൽ കഴുത, അല്ലെങ്കിൽ ആനയുണ്ട്, ഇതിലൊന്നും സക്കാത്ത് കൊടുക്കാൻ ഇസ്ലാം പറയുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം, ലൈസ അലൽ മുസ്ലിമി ഫീ ഫറസിഹി വഗുലാമിഹി സദഖ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടിമയിലും കുതിരയിലും സക്കാത്തില്ല. അപ്പൊ എല്ലാ വസ്തുക്കളിലും സക്കാത്ത് കൊടുക്കണം എന്ന ധാരണ അത് തെറ്റാണ്. നമ്മുടെ വീട്ടിൽ കാറുണ്ട്, ബൈക്കുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തിലും സക്കാത്ത് കൊടുക്കണം എന്ന ധാരണ തെറ്റാണ്. ഇസ്ലാം നിർദ്ദേശിച്ചതിൽ, പറഞ്ഞതിൽ മാത്രം സക്കാത്ത് കൊടുത്താൽ മതി. എന്നാൽ മറ്റൊരർത്ഥത്തിൽ എല്ലാ വസ്തുക്കളിലും സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് എന്നും പറയാം. അതായത് ഇതൊക്കെ സാധാരണഗതിയിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി ഒരു കുതിരയെ വാങ്ങി, അല്ലെങ്കിൽ അടിമയെ കൊണ്ടുവന്നു, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാഹനങ്ങൾ നമ്മുടെ വീട്ടിൽ സർവ്വസാധാരണയായി ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൽ സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ വസ്തുക്കൾ മുഴുവനും ഒരു കച്ചവടച്ചരക്കായിട്ട് വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ച വാഹനങ്ങളാണ്, അതല്ലെങ്കിൽ അടിമ, ഇത് വിൽപ്പനക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്, അല്ലെങ്കിൽ കഴുത, കുതിര, ഇതുപോലത്തെ മൃഗങ്ങളെ അത് നമ്മള് വിൽപ്പനക്ക് വേണ്ടി കൊണ്ടുവന്ന ചരക്കുകളാണ് എങ്കിൽ, വർഷം തികയുന്ന സമയത്ത്, കച്ചവടം തുടങ്ങി ഒരു വർഷമാകുന്ന സമയത്ത് ഇസ്ലാം പറഞ്ഞ നിശ്ചിത വിഹിതമുണ്ട് എങ്കിൽ എന്നാ പിന്നെ അതിൽ സക്കാത്ത് കൊടുക്കണം. അതല്ലാതെ സർവ്വസാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളായിട്ട് ഉള്ള സമയങ്ങളാണ് എങ്കിൽ അതിൽ സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. സക്കാത്ത് കൊടുക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ സ്വർണം, വെള്ളി, ആട്, മാട്, ഒട്ടകം, സാധാരണ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ധാന്യങ്ങള്, കാരക്ക, മുന്തിരി, കച്ചവടച്ചരക്ക്, അതുപോലെ ഖനി, ഈ പറയപ്പെട്ടവകളിൽ മാത്രമേ സക്കാത്തുള്ളൂ. പലപ്പോഴും പല ആളുകൾ സക്കാത്തിന്റെ വിഹിതം എത്തിയിട്ട്, അതിന്റെ കാലാവധി എത്തിയിട്ട് പോലും റമദാൻ വരെ പിന്തിപ്പിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ ഒരു വർഷം തികയുക എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം. നമ്മളൊരു കച്ചവടം തുടങ്ങി, ആ കച്ചവടം തുടങ്ങിയിട്ട് ഒരു വർഷമായി കഴിഞ്ഞാൽ നിശ്ചിത വിഹിതമുണ്ട് എങ്കിൽ ഉടനെ സക്കാത്ത് കൊടുത്തോളണം. സക്കാത്ത് കൊടുക്കാൻ സൗകര്യമുണ്ടായിട്ട് പോലും അത് പിന്നെ റമദാൻ വരെ അല്ലെങ്കിൽ പിന്നെയും അതിനെ പിന്തിപ്പിക്കുക എന്നത് ശരിയല്ല, ഹറാമാണ് എന്നാണ് ഫുഖഹാഇന്റെ പക്ഷം. വർഷം തികഞ്ഞോ ഇല്ലേ എന്ന് നോക്കേണ്ടത് ചാന്ദ്രിക വർഷപ്രകാരമാണ്, ക്രിസ്തു വർഷപ്രകാരമല്ല. ചാന്ദ്രിക വർഷപ്രകാരം പൂർത്തിയായാൽ സക്കാത്ത് കൊടുത്തിരിക്കണം, ക്രിസ്തു വർഷം വരെ പിന്തിപ്പിക്കാൻ പാടുള്ളതല്ല. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. സക്കാത്ത് കൊടുക്കാതെ അത് പിന്തിപ്പിച്ചു മരിച്ചുപോയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ സക്കാത്തിന്റെ വസ്തുക്കൾ അന്ത്യനാളിലെത്തുന്ന സമയത്ത് പരലോകത്ത് ഒരു അഗ്നിപ്പലകകളാക്കി മാറ്റുമെന്നും, അങ്ങനെ അതിന്റെ ഉടമകളുടെ, സക്കാത്തിന്റെ ഉടമകൾ, അതായത് സക്കാത്ത് കൊടുക്കാത്ത ഉടമകൾ അവരുടെ ശരീരത്തെ മുഴുവനും, ശരീരവും മുതുകും അവരുടെ ഓരോ പാർശ്വഭാഗങ്ങളും
ഈ പലകകൾ കൊണ്ട് കരിക്കപ്പെടുമെന്നും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണ്. സക്കാത്ത് കൊടുത്തു വിട്ടാതിരിക്കുക എന്നത് വളരെ വലിയ അപകടം പിടിച്ച ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു വ്യക്തി മരിച്ചപ്പോ, ധനാഢ്യൻ മരിച്ചു. അദ്ദേഹത്തെ ഖബറടക്കാൻ വേണ്ടി ഖബർ വെട്ടി നോക്കുമ്പോ ഖബറിന്റെ അകത്ത് ഒരു പാമ്പിനെ കാണുന്നു. ആളുകൾ അടുത്ത ഒരു ഖബർ കുഴിക്കുന്നു, അതിലും പാമ്പിനെ കാണുന്നു. അടുത്ത ഖബർ കുഴിക്കുന്നു. അങ്ങനെ 7 ഖബർ അദ്ദേഹത്തിന് വേണ്ടി വെട്ടി നോക്കുമ്പോൾ അതിലൊക്കെ സർപ്പത്തെ കണ്ടു. അങ്ങനെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഫത്വ ചോദിച്ചു, ഇനി എന്താണ് ചെയ്യേണ്ടത്? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കുടുംബത്തോട് ചോദിച്ചു, ഇദ്ദേഹത്തിന്റെ ഖബർ വെട്ടുമ്പോൾ മുഴുവനും പാമ്പിനെ സർപ്പത്തെ കാണുന്നുവല്ലോ, എന്താണ് ഇതിന് കാരണം? വീട്ടിൽ അദ്ദേഹത്തിന്റെ പല ന്യൂനതയും അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോ വീട്ടുകാര് പറയുന്നത്, ഈ മനുഷ്യൻ വലിയ ധനാഢ്യനാണ്, സക്കാത്ത് കൊടുക്കാൻ, പാവങ്ങൾക്കുള്ള സക്കാത്ത് കൊടുക്കാൻ ഉണ്ടായിട്ട് പോലും അത് കൊടുക്കാത്ത വ്യക്തിയാണെന്ന് പറയുന്നു. അപ്പൊ മഹാനായ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ ഇദ്ദേഹത്തെ ആ പാമ്പിനോടുകൂടെ തന്നെ ഖബറിൽ അങ്ങ് കുഴിച്ചു മൂടുക. കാരണം ഇദ്ദേഹത്തിന് വേണ്ടി എത്ര ഖബർ കുഴിച്ചാലും അതിലൊക്കെ പാമ്പിനെ കാണും. അതുകൊണ്ട് അദ്ദേഹത്തെ പാമ്പിനോടുകൂടെ ഖബറിൽ കുഴിച്ചിടുക എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് സക്കാത്തിന്റെ വിഷയം ഗൗരവമായി മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് സ്വർണം, വെള്ളി, അതിനോട് കിടപിടിക്കുന്ന കറൻസി, അതുപോലെ തന്നെ കച്ചവട സാധനങ്ങൾ, ഇങ്ങനെ തുടങ്ങി പ്രധാനപ്പെട്ട വിഷയങ്ങളിലുള്ള സക്കാത്തുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള ക്ലാസുകളിൽ കേൾക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.